ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറെ നാളുകൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും വീഡിയോ ടേക്കാണ്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് വിഷ്ണുവിൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരുന്ന ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ആണ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അതായത് ഇപ്പോൾ ഞാനും അമ്പടും വിഷ്ണുവിനെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ ആദ്യം ട്രെയിനിനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. പക്ഷേ പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ട്രെയിനിന് പോരാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും കാറിൽ തന്നെ ആക്കി. ഇപ്പം അവിടെ റോഡ് പണി നടക്കുന്നതുകൊണ്ടും ട്രാഫിക് ഒക്കെ കൂടെ ആകുമ്പോഴത്തേക്ക് രാവിലെ ഇറങ്ങിയാലും തിരിച്ച് നമ്മൾ വീട്ടിലെത്തുന്നു. ഇവിടെ എത്തുന്നത് രാത്രിയായിരിക്കും. അതുപോലെ തന്നെ എല്ലാ പ്രാവശ്യത്തെയും പോലെ ഞങ്ങൾ 11:30 ആയപ്പോഴാണ് ഇറങ്ങിയതല്ലേ. ഞങ്ങൾ എത്തി പറഞ്ഞാൽ ഞാൻ വിഷ്ണുവിൻ്റെ 8 മണിക്ക് 8:30 ആകുമ്പോൾ ഇറങ്ങണമെന്നും പറഞ്ഞിട്ട് റെഡി ചെയ്തതാണ്. പക്ഷേ വിഷ്ണുവിൻ്റെ വണ്ടി കഴുകലും എല്ലാം കൂടെ ആയപ്പോഴത്തേനും സമയം 11 കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ എത്ര മണിയായിരുന്നു വിഷ്ണുട്ടാ? 8 മണി അല്ലേ. 11 മണി കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയാലും ഞങ്ങൾ അമ്പലപ്പുഴ വിടുന്നത് 12 മണിക്കല്ലേ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴത്തേനും രാത്രി 8-8:30 ആയിട്ടുണ്ടായിരുന്നു വീട്ടിലെത്തിയപ്പോഴത്തേനും. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഉള്ള നമ്മുടെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞങ്ങളിന്ന് വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വരുന്ന വഴിക്ക് താട്ടയെ കണ്ടു, ഫുഡ് കഴിക്കാൻ കയറി, അങ്ങനെ അല്ലറ ചില്ലറ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൊരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ കഴിച്ച് ഇപ്പോൾ ഒരു 2.5 മാസത്തിന് ശേഷമാണ് കേട്ടോ വീട്ടിലേക്ക് വരുന്നത്. ഞാനും വിഷ്ണുവിൻ്റെ കൂടെ ആദ്യം ഒരു പ്ലാൻ ഇട്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 മാസം കൂടുമ്പോൾ വരിക, എന്നിട്ട് 1 മാസം നിൽക്കുക. അപ്പോൾ എനിക്ക് അത് നല്ലതായിട്ട് തോന്നിയായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 1 മാസം നിൽക്കാമല്ലോ, ഇച്ചിരി ലോങ് അല്ലേ, എപ്പോഴും ഓടി വരുന്നില്ല. അപ്പോൾ പിന്നെ അങ്ങനെ നോക്കുമ്പോൾ 1 മാസം നിൽക്കാം, അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും ആ പ്ലാനിൽ ഓക്കെ ആയിരുന്നു, വിഷ്ണുവിനും ആ പ്ലാനിൽ ഓക്കെ ആയിരുന്നു. പക്ഷേ അങ്ങനെ 1-2 തവണ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് തോന്നി അത് പോസിബിൾ ആവില്ല എന്ന്. കാര്യം വെച്ചാൽ ഞാൻ 4 മാസം നിന്നിട്ട് 1 മാസം എൻ്റെ വീട്ടിൽ നിൽക്കുമ്പോൾ കുഞ്ഞിനെ കാണാതിരിക്കാനും വീട്ടിലുള്ളവർക്കും ബുദ്ധിമുട്ടാണ്, എന്നെ കാണാതിരിക്കാൻ വിഷ്ണുവിനും ബുദ്ധിമുട്ടാണ് അല്ലേ ഏട്ടാ? പിന്നെ എനിക്കാണെങ്കിലും അങ്ങനെ. അപ്പോൾ ഞാൻ ഓർത്തു എന്നത് എനിക്കും 4 മാസം കംപ്ലീറ്റ് ആവാന്ന് പറയുമ്പോൾ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായി തുടങ്ങി. എനിക്ക് 4 മാസമൊക്കെ വീട്ടിൽ വരാൻ നിൽക്കുമ്പോൾ അത് ഭയങ്കര ഒരു വിഷമം തോന്നി തുടങ്ങി. അപ്പോൾ ഞാൻ വിഷ്ണു പറഞ്ഞു അത് വേണ്ട, അത് നമുക്ക് ക്യാൻസൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഓർത്തു 2.5 മാസം കൂടുമ്പോൾ ഞാൻ ഇനി വീട്ടിൽ പോകുന്നു അല്ലേ. അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് പോയി വരാമെന്ന് വിഷ്ണുട്ടൻ പറഞ്ഞിട്ടുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ 2 മാസം കൂടുമ്പോൾ 2 ആഴ്ച വീട്ടിൽ വന്ന് നിൽക്കാന്നുള്ള പ്ലാനിൽ വന്നിട്ടോ. പക്ഷെ ഇപ്പം ഇത്തവണ ഞാൻ 2.5 മാസം ആയിരുന്നു. അത് എനിക്കൊരു കല്യാണം അല്ല ഒരു നിശ്ചയമോ ഹൗസ് വാമിയോ ഒക്കെ ഉള്ളതുകൊണ്ട് വിഷ്ണുണ്ടെന്ന് പറഞ്ഞു നമുക്കത് കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് 2.5 മാസത്തിന് ശേഷമാട്ടോ നമ്മൾ പോന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ തൊട്ടിട്ട് ഞാൻ അങ്ങനെ വരാം. കാര്യം ഇനിയൊക്കെ കണ്ണുപോലെ സ്കൂളിൽ ചേർത്തുന്ന വരെ ഉള്ളൂ ഇതൊക്കെ അല്ലേ. അത് കഴിഞ്ഞ് ഞാൻ എങ്ങനെ 2 മാസം കൂടുമ്പോൾ എൻ്റെ വീട്ടിൽ വരും. എനിക്കത് ഓർത്തിട്ട് ടെൻഷൻ കൊണ്ട് എനിക്ക് ഇപ്പോഴേ ടെൻഷനാണ് ഓർത്തിട്ട്. എനിക്കൊന്ന് ലോങ്ങിലേക്ക് കല്യാണം കഴിച്ച് കഴിഞ്ഞാലുള്ള ഒരുവിധം ഗേൾസിൻ്റെ എല്ലാം ഒരു ടെൻഷൻ്റെ കാരണം ഇതായിരിക്കും എന്ന് തോന്നുന്നു കേട്ടോ. കാര്യം എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് ആ കാര്യത്തിൽ. ഇപ്പോഴേ എൻ്റെ അടുത്ത് ഏർത്തമ്മയ്ക്ക് ഇങ്ങനെ പറയും, ചേച്ചി എന്ത് ചെയ്യും? ഞാൻ പറയാ എനിക്കത് ഓർത്തിട്ട് ടെൻഷൻ. ഞാൻ എൻ്റെ അടുത്ത് പറയും വെള്ളിയാഴ്ച വന്നിട്ട് ഏട്ടൻ എന്നെ തിങ്കളാഴ്ച രാവിലെ കൊണ്ടുപോയി അതൊരു ദിവസം നമുക്ക് സ്കൂൾ കളയാന്നൊക്കെ പറയും ഞാൻ എൻ്റെ അടുത്ത് ചുമ്മാ. അപ്പം എന്തായാലും വന്ദേ ഭാരത് ഉണ്ട്, അതാണ് സമാധാനം. വന്ദേ ഭാരത് ഉള്ളത് 2 മാസം മുന്നേ ബുക്ക് ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പം എന്തായാലും അതൊക്കെ ഓർക്കുമ്പോൾ ഇപ്പം എല്ലാം ടെൻഷനാണ്. അപ്പം എന്തായാലും ഇനി ഞാൻ ജൂലൈയിലാണ് തിരിച്ചു പോവുക. 10-15 ദിവസം കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു പോകും. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ അവിടെ നിന്ന് എടുത്ത ചെറിയൊരു ക്ലിപ്പ് ഇതിലുണ്ട്. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു പ്രോഡക്റ്റ് പരിചയപ്പെട്ടാലോ? ഓക്കെ ഗൈസ്, പ്രോഡക്റ്റ് വന്നിട്ട് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാമ അർത്തിന്റെ നീം മോയ്സ്ചറൈസിംഗ് ലോഷൻ സോപ്പ് ആണ് കേട്ടോ. ഇതിൽ വിത്ത് മോയ്സ്ചറൈസിംഗ് ലോഷൻ ആഡഡ് ആണ് കേട്ടോ. അത് മാത്രമല്ല മെയ്ഡ് സേഫ് ആണ്, ടെർമറ്റോളജിക്കൽ ടെസ്റ്റഡ് ആണ്, നോൺ ഡ്രൈയിങ് ആണ് കേട്ടോ. അത് അവർ എടുത്ത് പറഞ്ഞിട്ട് നോൺ ഡ്രൈയിങ് ആണെന്നുണ്ടെങ്കിൽ അതായത് നമ്മുടെ സ്കിന്നൊട്ടും നമ്മുടെ ബോഡിയിലാണെങ്കിലും നമ്മുടെ ഫേസിലാണെങ്കിലും നമ്മുടെ സ്കിന്നൊട്ടും ഡ്രൈ ആക്കില്ല. നല്ല രീതിയിൽ മോയ്സ്ചറൈസിംഗ് ആക്കിയിട്ട് വെക്കാനും നല്ല സ്മൂത്ത് ആക്കിയിട്ട് വെക്കാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരു പാക്കറ്റിൽ വന്നിട്ട് ഇതാ ഇങ്ങനെ 4 സോപ്പാണ് വന്നിട്ടുള്ളത്. ഇത് പൊട്ടിക്കേണ്ട ആവശ്യം പോലും ഇല്ല കേട്ടോ, നല്ലൊരു മണമുണ്ട്. ഹായ് സൂപ്പർ. അപ്പൊ ഈ ഒരു സോപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് കൊണ്ട് നമുക്ക് ഈ ഒരൊറ്റ സോപ്പ് കൊണ്ട് നമുക്ക് 2 ഗുണങ്ങളാണ് ഉള്ളത്. ഒന്ന് നമ്മുടെ സ്കിന്നിനെ അത് ഡീപ്പ് ക്ലെൻസ് ചെയ്യും കേട്ടോ. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനെ നല്ല രീതിയിൽ മോയ്സ്ചറൈസിംഗ് ആക്കിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് തോന്നും ഈ ഒരു മോയ്സ്ചറൈസിംഗ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെയല്ല, നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു 24 അവർ നമുക്ക് അത് കീപ്പ് ചെയ്യാൻ പറ്റൂട്ടോ. നമ്മുടെ സ്കിന്നിൽ വരുന്ന ഒരു മോയ്സ്ചറൈസർ നമുക്ക് ഒരു 24 അവർ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റൂട്ടോ. അത് മാത്രമല്ല ഇപ്പൊ നീമിന്റെ മോയ്സ്ചറൈസിംഗ് ലോഷൻ സോപ്പാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ സ്കിന്നിലുള്ള പിമ്പിൾസ് ഒക്കെ വരാതിരിക്കാൻ, പിമ്പിൾസിനെയൊക്കെ തടഞ്ഞു വെക്കാൻ, നമ്മുടെ സ്കിന്നിൽ പിമ്പിൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോവാനോ അല്ലെങ്കിൽ വരാതിരിക്കാനൊക്കെ നമ്മളത് ഹെൽപ്പ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു സോപ്പും കൂടാണ് കേട്ടോ.
അത് മാത്രമല്ല ഗൈസ്, ഇപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസമായില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഇത് എന്നിട്ട് സ്കിൻ ഡിറ്റക്ടർ ആണ് കേട്ടോ. നമ്മുടെ സ്കിന്നിലുള്ള ആ ഒരു മോയ്സ്ചറൈസിങ് ലെവൽ എത്ര ഉണ്ടെന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു സംഭവമാണ്. അപ്പൊ നമുക്കത് യൂസ് ചെയ്ത് നോക്കുന്നതിന് മുന്നേ എന്റെ സ്കിന്നിൽ വരുന്ന ആ ഒരു ഡ്രൈനെസ് എത്രയുണ്ട് അല്ലെങ്കിൽ മോയ്സ്ചറൈസിങ് ലെവൽ എത്രയുണ്ട് എന്നുള്ളത് നമുക്ക് ഇതിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഇത് ഓൺ ആക്കി കൊടുക്കണം. എന്നിട്ട് നമ്മളിത് സ്കിന്നിൽ വെക്കണം. എന്റെ സ്കിന്ന് ഡ്രൈ ആയിട്ടിരിക്കുന്നത് കൊണ്ടാണ് റെഡ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ഇതിൽ വന്നിട്ട് എന്റെ മോയ്സ്ചറൈസിങ് ലെവൽ വന്നിട്ട് 10ഉം ഓയിൽ ലെവൽ ഉണ്ട് 15ഉം ആണ് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യണം, നമുക്ക് ഇത് വെച്ചിട്ടൊന്ന് നമ്മുടെ ഫേസ് ഒന്ന് വാഷ് ചെയ്ത് നോക്കാം. വാഷ് ചെയ്തതിന് ശേഷമുള്ള നമ്മുടെ റിസൾട്ട് എന്താ നമുക്ക് നേരിട്ട് തന്നെ ഒന്ന് കാണാം അല്ലേ. അപ്പോൾ ഗൈസ്, ഇപ്പോൾ ഈ ഒരു സോപ്പ് വന്നിട്ട് നമ്മുടെ ഫേസിന് മാത്രമല്ല, നമ്മുടെ ഫേസിന് നമ്മുടെ ബോഡിക്കൊക്കെ സ്യൂട്ടായിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കിന്നിനെയും ബോഡീനെയൊക്കെ നല്ല മോയ്സ്ചറൈസിങ് ആക്കിയിട്ട് വെക്കാനും നമ്മുടെ അതുപോലെ സ്കിന്നൊക്കെ ഭയങ്കര സ്മൂത്ത് ആക്കിയിട്ട് വെക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് പേഴ്സണലി ഫീൽ ആയത് നല്ല സോപ്പാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ ഫേസൊക്കെ നന്നായിട്ടൊന്ന് തുടച്ച് സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണ്ടേ. വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്കിന്നിൽ നല്ല രീതിയിലൊരു ചേഞ്ച് മനസ്സിലാവുന്നുണ്ട്. കണ്ടോ, നല്ല രീതിയിലൊരു ചേഞ്ച് നമുക്ക് സ്കിന്നിൽ നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യണം, നമ്മുടെ ഈ ഒരു ഇത് വെച്ചിട്ട് നമ്മുടെ ആ ഒരു ഇത് ചേഞ്ച് വന്നിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, യെസ്. അപ്പൊ ഇപ്പൊ മോയ്സ്ചറൈസിംഗ് ലെവൽ വന്നിട്ട് 32, ഓയിൽ 249 ആണ് കേട്ടോ വന്നിട്ടുള്ളത്. നേരത്തെ 15ഉം 16ഉം ആയിരുന്നു. നല്ല രീതിയിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഓരോ ദിവസം യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഒരു ചേഞ്ച് നമ്മുടെ സ്കിന്നിൽ കാണാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പൊ ഇത്രേ ഉള്ളൂ ഗൈസ് കാര്യം. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിലുള്ള ആ ഒരു ഡ്രൈനെസ്സും ഓയിൽനെസ്സും ഒക്കെ റിമൂവ് ചെയ്ത് നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് മോയ്സ്ചറൈസർ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ട് എന്നുള്ളതാണ് കാര്യം. അപ്പൊ എന്തായാലും ഈ ഒരു പ്രോഡക്റ്റ് വന്നിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാട്ടോ. അത് മാത്രമല്ല, ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നൈക്കയിലെല്ലാം മാമാർത്തിന്റെ പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. കൂടാതെ നിങ്ങളുടെ അടുത്തുള്ള സ്റ്റോറുകളിലെല്ലാം മാമാർത്തിന്റെ പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ പർച്ചേസ് ചെയ്യാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നിങ്ങൾ അവരെ ലിങ്ക് വഴി അവർ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് 20% ഓഫർ ഉണ്ട് കേട്ടോ. അപ്പൊ ഗൈസ്, മാമാർത്ത് നിങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാൻ കേട്ടോ. നിങ്ങൾ മാമാർത്തിന്റെ പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങിക്കുകയും യൂസ് ചെയ്യുകയൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ. അത് അവരുടെ പ്രൊഡക്റ്റിലും അവര് കാര്യങ്ങളിലൊക്കെ കുറച്ചും കൂടെ ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യും. അത് മാത്രമല്ല, അവർ ഒരുപാട് റിസർച്ചിലൂടെ ഇന്നോവേഷനിലൂടെയൊക്കെയാണ് അവരുടെ പ്രൊഡക്റ്റ് അപ്ഗ്രേഡിങ് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ്, ഞാനിപ്പോൾ കണ്ണമോനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത് വേറെ ഒന്നുമല്ല, ഞാൻ വീട്ടിൽ പോകേണ്ട ടൈമായി. അപ്പോൾ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കാണ് കേട്ടോ. അപ്പോൾ കണ്ണമോനെ റെഡിയാക്കി അവനെ കുളിപ്പിച്ച് കഴിക്കാൻ കൊടുത്ത് ഉടുപ്പൊക്കെ ഇടിപ്പിച്ച് ഇരുത്തുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പോയി കുളിച്ച് റെഡിയാവുകയൊക്കെ ചെയ്യാമല്ലോ. ഞാൻ ഇന്നലെ രാത്രി ഇരുന്ന് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവനെല്ലാം ഒരുക്കി കഴിഞ്ഞിട്ട് എനിക്ക് ഒരുങ്ങി റെഡിയാകാൻ വേണ്ടിയിട്ടാണ് താഴെ തന്നെ അവനെ ഒരുക്കി ഇരുത്തുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പോകാനുള്ള പെട്ടിയൊക്കെ പാക്ക് ചെയ്തതാണ്. അടിയിലിരിക്കുന്നത് എൻ്റെ കണ്ണമോൻ്റെ വിഷ്ണുവിൻ്റെയൊക്കെ ഡ്രസ്സാണ്. സെക്കൻഡ് പെട്ടി ഇരിക്കുന്നത് എൻ്റെ പ്രൊമോഷൻ്റെ സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ഒരു ഉടുപ്പാണ് ഞാൻ ഇടാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2.5 മാസമായി ഞാൻ വീട്ടിൽ പോയിട്ട്. സോ അത് കാരണം ഞാൻ 2 ആഴ്ച വീട്ടിൽ പോയി നിന്നിട്ട് വരാമെന്ന്. ആദ്യം ഞാൻ പ്ലാൻ ഇട്ടത് 4 മാസം കൂടുമ്പോൾ 1 മാസം പോയി നിൽക്കാമെന്നാണ്. പക്ഷെ പിന്നെ തോന്നി അത് വേണ്ട എന്ന് തോന്നി. അങ്ങനെ അത് നിർത്തി വെച്ചു ഞങ്ങൾ. എപ്പുറത്ത് എവിടെ പോണടാ? ബായ് പറ, ബായ് പറ അമ്മയ്ക്കൊക്കെ. ബായ് താറ്റം. പുപ്പി വരും. ഇവരോട് അപ്പുറം പോ, അല്ലെങ്കിൽ പുപ്പി വരും. ഡോർ അടയ്ക്കാൻ. ഡോറടാ അല്ലേ? കയ്യിൽ വൗ പറ്റുമെന്ന്. ബായ്. അമ്പുടേ, നമ്മൾ എവിടാ പോന്ന? അമ്മയുടെ അടുത്ത് പോവാണോ? ആരൊക്കെ ഉണ്ട് അവിടെ? മാമ, അച്ചച്ച ഉണ്ടോ? ഏത് അച്ചച്ച ഉള്ള അവിടെ? അവിടെ അച്ചച്ച ഇല്ലല്ലോ. ഇതാ ഉണ്ണിമാമ വിളിക്കുന്നത്. ബായ്, ഞങ്ങള് പോയിട്ട് വരാം. ഇതെന്തോടാ? എടാ, എന്റെ സ്റ്റുഡിയോയിൽ ഇരിക്കുന്ന കൊറിയർ ഒന്ന് എടുത്തതാടാ. എടാ എടുത്തതാടാ അത്. എനിക്കത് കൊള്ളാം. ഇളം മറന്നുപോയി ഞാൻ. നീ അവനെ കൊണ്ട് പോയിട്ട് അത് എടുത്തോണ്ട് വാ. അമ്പടെ എവിടേക്കാ ചാടിയിട്ട്? എവിടെ പോന്നു? അങ്ങടോ? അഞ്ഞഞ്ഞടുത്ത് പോന്നോ? കഷ്ടം, കുഞ്ഞിന്റെ അഞ്ഞഞ്ഞേനെ കുഞ്ഞ് മിസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അഞ്ഞു അന്തുന്തൂനെ പറയണ.
പോകുന്ന വഴിക്കാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു കൊറിയർ ഉണ്ടായിരുന്നു കേട്ടോ. വേറെ ഒന്നുമല്ല, ഇത് എനിക്ക് കണ്ണമ്മോൻ്റെ ബർത്ത്ഡേക്ക് തന്നൊരു സംഭവമായിരുന്നു. ഒരു ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് ആയിരുന്നു, അവൻ്റെ ഫോട്ടോസൊക്കെ വെച്ചിട്ട്. കാര്യം നമ്മുടെ ബർത്ത്ഡേക്ക് വരുന്നവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്കാണെങ്കിൽ അതൊന്ന് വെള്ളം കയറിയ ടൈമിൻ്റെ അത് കാരണം അവർ അയച്ചില്ലായിരുന്നു, ഞാൻ അയക്കേണ്ടെന്ന് പറഞ്ഞിട്ട്. പിന്നെ 8-ാം തീയതിക്ക് അയപ്പിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ആ സമയത്ത് ഇപ്പോൾ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ അങ്ങനെ കിട്ടിയതാണ്. നിങ്ങൾക്ക് വേണമെങ്കിലും ഇങ്ങനെ അവരെ കൊണ്ട് ചെയ്യിക്കേണ്ടതാണ്. ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതി അവരെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവനും കഴിച്ചു, ഞാനും ഓരോന്നൊക്കെ കഴിച്ചു. അതിനുശേഷം പിന്നെ അവൻ കിടന്നുറങ്ങി. രാവിലെ ഉണർത്തിയതുകൊണ്ട് ആശാന് ഉറക്കം ഉണ്ടായിരുന്നു. സാധാരണ അവൻ കിടന്നുറങ്ങി. വിഷ്ണുവേട്ടൻ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങൾ തമ്മിൽ ഓരോ വർത്താനൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്നു. താട്ടൻ എറണാകുളത്ത് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനെ കാണാമെന്ന് പറഞ്ഞു. സോ വന്നതും അവനെ കണ്ടു. അവനെ കണ്ടിട്ട് അവൻ കുറേ ഉമ്മയൊക്കെ കൊടുത്ത് കണ്ണമ്മോന്. അപ്പോൾ ഇവർ ബാസിയുടെ ഉപ്പാക്കുള്ള പൈസയ്ക്ക് വേണ്ടിയിട്ട് ഓൾ കേരള ഇറങ്ങിക്കാന്ന് നമ്മളെ വീഡിയോസ് കാണുന്നവർക്ക് അറിയുണ്ടാവും. സോ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയവർക്കാണ്. ഇനി ഫണ്ട് അറേഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ ഫണ്ട് ആവാനൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞപ്പോൾ താട്ടൻ പറയുന്നത് നമുക്ക് ഫുഡ് കഴിക്കാൻ കയറാമെന്ന് പറഞ്ഞപ്പോൾ താട്ടൻ പറഞ്ഞപ്പോൾ കഞ്ഞി കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ വിഷ്ണുവേട്ടൻ പറയുന്നത് നമുക്ക് കഞ്ഞി കുടിക്കാൻ പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ തൊട്ടടുത്ത് വന്നിട്ട് ഇവർ എന്നും കയറുന്നൊരു കടയുണ്ടെന്ന് പറഞ്ഞു. പിന്നെ എറണാകുളത്ത് വന്നതിന് ശേഷം അവർ കയറുന്നൊരു കടയുണ്ട്, കഞ്ഞിക്കട. നമുക്ക് അവിടെ പോയി കഞ്ഞി കുടിക്കാമെന്ന് പറഞ്ഞു. നേരെ ഞങ്ങൾ വന്നു, ഓരോ കഞ്ഞി കുടിച്ചു. കണ്ണമ്മ കഞ്ഞി കുടിച്ചില്ലായിരുന്നു, ഇച്ചിരി കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതിന് ശേഷം ഞങ്ങൾ പോരാൻ തുടങ്ങിയപ്പോഴത്തേനും താട്ടൻ പറഞ്ഞു ലേറ്റായി, കഞ്ഞിയൊക്കെ കുടിച്ചിറങ്ങി അവിടെ ട്രാഫിക്കിൽ കൂടപ്പോൾ ലേറ്റായി. അപ്പോൾ താട്ടൻ പറഞ്ഞാൽ ഞങ്ങളും കൂടെ വരാം. ഇന്ന് ആഷിമിന്, അതായത് ബാസിയുടെ അനിയൻ ആഷിമിന് പനി ആയതുകൊണ്ട് അവന് ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞേക്കാണ്. അപ്പോൾ അവരവിടെ റെസ്റ്റാണ്, ഇന്ന് പുറത്തോട്ട് പോയിട്ടില്ല. അപ്പോൾ അവരും റൂമിലിരിക്കുകയാണെന്ന്. അവർ ഷൊർണൂർ വരെ വരാമെന്നും പറഞ്ഞുകൊണ്ട് താട്ടൻ അതുവരെ അളിയന് ഡ്രൈവ് ചെയ്യണ്ടല്ലോ, ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്തല്ലേ എന്നൊക്കെ പറഞ്ഞ് താട്ടനും ഷാക്കിറും കൂടെ ഞങ്ങളുടെ കൂടെ വന്നു. ഞങ്ങൾ തന്നെ ഷൊർണൂർ വരെ ആക്കാൻ വേണ്ടിയിട്ട്. അവിടെ നിങ്ങളുടെ അവർ റിട്ടേൺ പോരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കണ്ണമോൻ ഇവിടുന്ന് അങ്ങോട്ട് അവിടെ കുറേ നേരം മാമൻ്റെ അടുത്തിരിക്കും, പിന്നെ കുറേ നേരം ഇങ്ങോട്ട് വരും, വീണ്ടും മാമൻ്റെ അടുത്തോട്ട് പോകും. ഇതൊരു തൊഴിലായിട്ട് എടുത്തിരിക്കുമായിരുന്നു കേട്ടോ. ഞങ്ങൾ രാവിലെ ഒരു 11 മണി കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. നേരത്തെ ഇറങ്ങാൻ പ്ലാൻ ചെയ്തു, പക്ഷെ നടന്നില്ലായിരുന്നു, ലേറ്റായി. അപ്പോൾ ഗൈസ് നമ്മളിത് താട്ടയിൽ ഇറങ്ങി ഷൊർണൂർ അവർ അങ്ങോട്ട് പോയി. അപ്പോൾ നമ്മളിത് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പാവങ്ങൾ ഇട്ട് ഇത്രയും ദിവസം നടന്നിട്ട് ഇന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇരുന്നായിരുന്നു. അവന് വയ്യല്ലോ എന്ന് എഴുതിയിട്ട് ഞാൻ പറഞ്ഞ പക്ഷെ വരണ്ടെന്ന്. പക്ഷെ അവൻ കേട്ടില്ല. ഏട്ടൻ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് പോകുന്നു. കഴിഞ്ഞ തീർന്നു, ഇവിടുത്തെ കാര്യമൊക്കെ തീർന്ന്. അവിടെ രണ്ടാൾക്കാരുണ്ട് കേട്ടോ, ഇറങ്ങാണ്ടിരിക്കുന്നുണ്ട്. വരൂ. ഓ വെള്ളയിട്ട് ഇറങ്ങിയ കാരണമുണ്ടോ പ്രാതങ്ങൾ പേടിപ്പിക്കാൻ. ആദ്യം ഇവിടെ ഇങ്ങനെ നിർത്തോണ്ടാ. ഇത് എന്ത് കിടങ്ങ് കാണിക്കണം. ഞാൻ അമ്മോട് പറയാം, അമ്മ അറിയിക്കാൻ തുറന്നുകൊടുത്താ. വെടി കഴിക്കാനാ വരുന്നത്. അതപ്പോഴേക്കും അവിടെ കൊടുങ്ങിട്ട് പോയി. അത് പറഞ്ഞു അതതിന് കാര്യച്ച് പണ്ടാറം ഇല്ല. പിന്നെ രാത്രി നമ്മൾ വീഡിയോസൊന്നും എടുത്തില്ലായിരുന്നു കേട്ടോ. ഒന്നാമത് ആകെ ടയേർഡായിരുന്നു. കണ്ണപ്പോനൊക്കെ കഴിച്ചു, എല്ലാവരും കഴിക്കലൊക്കെ കഴിഞ്ഞ് കയറി കിടക്കുമായിരുന്നു. കാരണം പിള്ളേർ കളിയുണ്ടായിരുന്നു. രാത്രി 1 മണി വരെ 1:30 വരെയൊക്കെ ഒരു 3 കൂടെ കളിക്കുമായിരുന്നു. കളിയൊക്കെ കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ കിടുവിന് സ്കൂളിൽ കൊണ്ടുവിടാനും അമ്പലത്തിലേക്ക് പോയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ണമ്മോന് ഇന്നത്തെ ഡേ ഞാൻ താട്ടയെ സ്കൂളിൽ കൊണ്ടുവിടാമെന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതായിരുന്നു. അങ്ങനെ അവന് താട്ടേനെ സ്കൂളിൽ കൊണ്ടുവിടാൻ, ക്ലാസ്സിൽ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ അമ്മയുടെ കൂടെ നടന്നു പോവാണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ നേരെ ഇത് കഴിഞ്ഞിട്ട് നേരെ അമ്പലത്തിൽ പോവാം. അമ്പലത്തിൽ വഴിപാടൊക്കെ ചെയ്യാനുണ്ട്. ഞാൻ വന്നിട്ട് അവിടെ അമ്പലത്തിൽ
അമ്പലത്തിൽ കുറേ ആയി പോയിട്ട്. ഇവിടുത്തെ ഒരു അമ്പലമുണ്ട്, അപ്പോൾ അമ്പലത്തിൽ ഇവിടെ ഒത്തിരി ആയി. അപ്പോൾ അവിടെയും കൂടെ പോകാമെന്ന് പറഞ്ഞിട്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ദേണ്ടേ പോകുന്നു, കാവടി തുള്ളി പോകുന്നുണ്ട് 3 പേരും കൂടെ. പിന്നെ യുവമോള് വഴക്കുണ്ടായിരുന്നു കേട്ടോ വണ്ടിയിൽ. കാര്യം വെച്ചാൽ യുവമോളല്ലേ എല്ലാ ദിവസവും പോകുന്നത്. അപ്പോൾ ഇന്ന് യുവമോള് പോകാത്തതിന് വഴക്കുണ്ടായിരുന്നു. 3 പേരും കൂടെ. പിന്നെ യുവമോള് ഞങ്ങൾ പറഞ്ഞ യുവമോളോട് പറഞ്ഞാൽ ചെല്ലുമ്പോൾ അമ്മ ഇവിടെ നിന്ന് നോക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ശരിയെന്നും പറഞ്ഞുകൊണ്ട് ആൾ ഇറങ്ങി ക്ലാസ്സിലോട്ട് നടന്നു പോവുകയാണ്. ഞങ്ങളിവിടെ നിന്നിട്ട് നോക്കിപ്പോന്നൊക്കെ പറയും. അവിടെ നിൽപ്പുണ്ട് ആൾ നടന്ന് പോകുന്നുണ്ട്. ആൾ വഴക്കിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുഴപ്പമില്ല. പിന്നെ എടുത്തമ്മ തിരിച്ച് വന്നപ്പോഴത്തേനും കണ്ടു. പിന്നെ ആളെയും കൂടെ എടുത്തിട്ട് തിരിച്ചു പോന്നു. വൈകുന്നേരം കിടു സ്കൂളൊക്കെ വിട്ട് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് കിടു പഠിക്കാനിരുന്ന് കണ്ടപ്പോഴത്തേനും യുമ്മോക്കും അമ്പടൂനും കളിക്കാൻ വേണം, പഠിക്കാൻ വേണം, അവൻ്റെ ബുക്ക് വേണം. പിന്നെ ഞാനൊന്ന് നോക്കിയില്ല, ഒരു ചാർട്ട് എടുത്ത് കൊടുത്തു, കുറച്ച് കളർ പെൻസിൽ ഇരിപ്പുണ്ടായിരുന്നു, അതും എടുത്തു കൊടുത്തു. 2 പേരും അവിടെ ഇരുത്തി കേട്ടോ. അത് കഴിയുമ്പോഴത്തേനും ഇവിടെ അതായത് എടുത്തമ്മ കിടുവിന് എന്തോ ഹോംവർക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എടുത്തമ്മ കിടുവിനും കൊണ്ട് അത് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആശാനൊരു ലെവലിൽ അങ്ങനെ ഇരിക്കുന്നതാണ്. ഒരുപാട് സമയമൊന്നും ഇരിക്കില്ല, കാര്യം പിള്ളേർ അപ്പുറത്തും കൂടെ ഇരിക്കുന്നതുകൊണ്ട് ഒരു കുറച്ച് സമയമൊക്കെ ഇരിക്കും. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കളിയിലേക്ക് ഇറങ്ങി വരും.